Divisional Accountant Officer, Important Question, Part 6, Straight Line and Written Down Value Method. 79. Question number. Advantages of Straight Line Method. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ ഉള്ളത്? ഒന്നാമത് സിംപ്ലിസിറ്റി മീൻസ് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് സിമ്പിളാണ്, അതുപോലെ തന്നെ നോക്കുന്നവർക്ക് പെട്ടെന്ന് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. കാരണം എന്താണ്, ഒരു എമൗണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് എല്ലാ വർഷവും ചാർജ് ചെയ്യുന്നത്. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് എവറി ഇയർ റിമെയിൻ സെയിം ആയിരിക്കും. സോ ഇറ്റ് ഈസ് സിംപ്ലിസിറ്റിയാണ്, കാണുന്നവർക്ക് പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, അസറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ്. The value of asset can be written off or it is scrap value by the end of its useful life. അപ്പോൾ ഈ അസറ്റിൻ്റെ വാല്യൂ എന്താണ് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ഓഫ് ചെയ്യുന്നുണ്ട്. 3, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഇത് ചാർജ് ഓഫ് ഡിപ്രീസിയേഷൻ ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഈക്വൽ ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി അസറ്റ് ടിൽ ദ എൻഡ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നാണ് പറയുന്നത്. ആ ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫ് എൻഡ് ചെയ്യുന്നത് വരെ നമ്മൾ ഒരേ എമൗണ്ട് തന്നെ ആയിരിക്കും ഡിപ്രീസിയേഷന് ഫിക്സഡ് അസറ്റിന് നമ്മൾ ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് 80ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. 1, അൺഈവൻ ചാർജസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ ടോട്ടൽ ചാർജ് of depreciation and repair is respect of an asset to profit and loss account will be more by later years of life. അപ്പം എന്താണ് അൺഈവൻ ചാർജസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അൺഈവൻ ചാർജസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്? ഒരുപാട് വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് അതിൽ വരാം. നോൺ റെക്കറിങ് ഈവൻറ്റ്സ് വരാം, എന്തെങ്കിലും എന്താ പറയുക നോൺ റെക്കറിങ് ഇത് ഇൻഫ്ലേഷൻസ് വരാം, ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാവുന്ന ഇൻഫ്ലേഷൻസ് ഒക്കെ നമുക്ക് എന്താണ് ഒരു അൺഈവൻ ചേഞ്ചസ് ആണ് എന്തിലുണ്ടാവുന്നത്, അൺഈവൻ ചേഞ്ചസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതൊക്കെ നമുക്ക് എന്താണ് അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് പറയുന്നത്. അൺഈവൻ ചേഞ്ചസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് ടോട്ടൽ ചാർജ് ഓഫ് ഡിപ്രീസിയേഷൻ ആൻഡ് റിപ്പയർസ് ഈസ് റെസ്പെക്റ്റഡ് ഓഫ് ദി അസറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം നമ്മളുടെ ഫേമിൽ ഉണ്ടാവുന്ന അൺഈവൻ ചാർജസ് ഒക്കെ എന്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡിപ്രീസിയേഷൻ അഫക്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നോ പ്രൊവിഷൻ ഫോർ റീപ്ലേസ്മെൻറ്റ്. ഇവിടെ എന്തില്ല, പ്രൊവിഷൻ ഒന്നും വെക്കുന്നില്ല. അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ ഒന്നും വെക്കുന്നില്ല. നോ ഫണ്ട് ഈസ് പ്രൊവൈഡഡ് ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി അസറ്റ് ത്രൂ ഡിപ്രീസിയേഷൻ ഈസ് പ്രൊവൈഡഡ് ഇൻ എവരി ഇയറിൽ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതല്ലാതെ ഒരു പ്രൊവിഷൻ ഒന്നും വെക്കുന്നില്ല. 3, unscientific method. This method is found unscientific as it does not consider the interest of amount spent on the asset for calculating depreciation. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു അൺസയൻറ്റിഫിക് മെത്തേഡാണെന്നാണ് പറയുന്നത്. ഇത് കൺസിഡർ ചെയ്യുന്നത് ഈ ഇൻട്രസ്റ്റ് ഓഫ് ദി എമൗണ്ട് സ്പെൻഡ് ഓൺ അസറ്റ് കാൽക്കുലേറ്റ് ഡിപ്രീ. കാരണം എല്ലാ വർഷവും ഇപ്പോൾ ഒരു 10 വർഷം ലൈഫുള്ള ഒരു അസറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 10 വർഷവും ഈക്വൽ എമൗണ്ട് തന്നെയാണ്, അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അവിടെ ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് ഒന്നും മണി വാല്യൂ ഒന്നും കൺസിഡർ ചെയ്യാത്തത് കൊണ്ടാവാം അതൊരു അൺസയൻറ്റിഫിക് മെത്തേഡാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 81, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡിലോട്ട് പോവുകയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ എന്ത് ബേസിസിലാണ് ഡിപ്രീസിയേഷൻ കണ്ടുകൊണ്ടിരുന്നത്? ഡിപ്രീസിയേഷൻ ചാർജഡ് അറ്റ് റേറ്റ് ഓൺ ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കണ്ടുകൊണ്ടിരുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്. Written down value method is known as reducing balance method, diminishing balancing method or reducing installment method. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന് എന്തൊക്കെ പേരുകളുണ്ട്? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ഉണ്ട്, ഡിമിനിഷിങ് ഉണ്ട്, റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉണ്ട്. ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈനിനും ഒരുപാട് പേരുകളുണ്ടായിരുന്നു. ഫിക്സഡ് മെത്തേഡ്, ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന് ഡിഫറെൻറ്റ് പേരുകളുണ്ടായിരുന്നു. ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്തൊക്കെയാണ്? റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്.
മാറി മാറി ക്വസ്റ്റ്യൻസ് വരാം. അപ്പം ഡിമിനിഷിങ് എന്ന് പറയുന്നത്, റെഡ്യൂസിങ് എന്ന് പറയുന്നത്, റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ തന്നെയാണ്. 82 വാട്ട് ഈസ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്? എന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രീ ഡിറ്റർമിൻഡ് പ്രൊപ്പോർഷൻ percentage of the book value of asset at the beginning of every accounting period so as to calculate the amount of depreciation. The amount of depreciation reduces year after year. അപ്പോൾ എന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്? സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദ ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ്. ബുക്ക് വാല്യൂവിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലോ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റിലായിരുന്നു. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് എടുക്കും. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മൾ എന്തിൻ്റെ ബേസിലാണ്? ബുക്ക് വാല്യൂവിൻ്റെ ബേസിലാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. അപ്പം ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ദ പ്രീ ഡിറ്റർമിൻഡ് proportion percentage of the book value of the asset. The amount of depreciation reduces year after year. ഓരോ വർഷവും കുറയും തോറും ഇത് കുറഞ്ഞ് സീറോയിൽ വരും. റിട്ടേൺ എഴുതി കുറച്ചുകൊണ്ടിരിക്കും. ഓരോ വർഷവും ഇത് കുറഞ്ഞ് നമുക്ക് കുറഞ്ഞുകൊണ്ടിരുന്നു വെച്ചാൽ നമ്മളിത് അക്കൗണ്ട് എങ്ങനെയാണ് അക്കൗണ്ട് വരച്ച് എഴുതുമ്പോൾ അതിൽ അക്കൗണ്ട് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്ന ഒരു എമൗണ്ട് വരില്ലേ. അപ്പം നമ്മളൊരു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിനകത്ത് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വരും. അപ്പോൾ ക്യാരി ഡൗൺ എന്ന് പറയുന്ന എമൗണ്ട് വരും. എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ആ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അടുത്ത വർഷം നമുക്ക് ആ ക്യാരി ഡൗൺ ചെയ്യുന്ന എമൗണ്ടിൽ നിന്നാണ് നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരും. ഇറ്റ് ഓൾസോ നോൺ ആസ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ് ആൻഡ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. അപ്പം അടുത്ത എന്താണ് 83 വൈ ഇറ്റ് ഈസ് കാൾഡ് റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡ്? ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഗോസ് ഓൺ റെഡ്യൂസിങ് ഇൻ ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷവും കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഡിമിനിഷിങ് ബാലൻസിങ് മെത്തേഡ് അഥവാ റെഡ്യൂസിങ് ബാലൻസിങ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. വൈ ഇറ്റ് ഈസ് കാൾഡ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്? ഇപ്പം എല്ലാം ഒന്ന് തന്നെയാണ്. ഡിമിനിഷിങ് എന്താണെന്ന് നോക്കാം. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ബേസ്ഡ് ഓൺ ദ അസംഷൻസ് ദാറ്റ് ദ benefit accruing to the business from asset keep on diminishing as the asset become older. Therefore a predetermined percentage is applied to generally shrinking balance of the asset accounting year. So there will be a large amount of depreciation charged in the earlier year than the later year. ഇവിടെ ഒരു അസറ്റിൻ്റെ ബുക്ക് വാല്യൂവിലാണെന്ന് പറഞ്ഞു. ബിഗിനിങ്ങിലെ ഇയറിലെ അസറ്റിൻ്റെ ബുക്ക് വാല്യൂവിലായിരിക്കും നമ്മളിത് കാണുന്നത്. ഒരു ഫിക്സഡ് പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ വർഷവും അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞാണ് ഡിമിനിഷിങ് ബാലൻസിങ് മെത്തേഡ് അഥവാ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ വർഷത്തേക്കാളും എമൗണ്ട് കുറവായിരിക്കും ഈ വർഷം വരുന്നത്. അപ്പം റേറ്റിന് ചേഞ്ച് ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന ബാലൻസിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് എഴുതി ലാസ്റ്റ് സീറോയിൽ കൊണ്ടുവന്ന് നമ്മൾ ഫുൾ റിട്ടേൺ ഓഫ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലമാണ് 85. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ യൂസിങ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഓഫ് ദി ഫേം. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അസറ്റ് ₹2 lakh ആൻഡ് ഡിപ്രീസിയേഷൻ ചാർജ് 10%. അപ്പം നമുക്ക് ഇത്രയും ഡേറ്റ വെച്ചിട്ട് എങ്ങനെ നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണാമെന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ അപ്പോൾ നമുക്ക് എത്ര വർഷം എന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ഒറിജിനൽ കോസ്റ്റും തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. ഒറിജിനൽ കോസ്റ്റ് 2 ലക്ഷവും ഡിപ്രീസിയേഷൻ്റെ 10%. അപ്പം നമുക്കിവിടെ ഒരു 3 കൊല്ലത്തേക്ക് നമുക്കത് കണ്ടു നോക്കാം. ഫസ്റ്റ് ഇയറിൽ എങ്ങനെ വരും? 2 lakh ഇൻറ്റു 10% എത്ര വരും? 2 lakhൻ്റെ 10% 20,000. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 2 lakhൽ നിന്ന് 20,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 1,80,000 ആണ്. സെക്കൻഡ് ഇയർ വരുമ്പോൾ എങ്ങനെ എടുക്കും നമ്മൾ? സെക്കൻഡ് ഇയറിൽ നമുക്ക് ആ ബാലൻസ് എമൗണ്ട് എത്രയുണ്ട്? 1,80,000 ഉണ്ട്. 1,80,000ൻ്റെ 10% എടുക്കണം. എത്ര വരും? 18,000 വരും. അപ്പോൾ 18,000 1,80,000 എന്ന് കുറയ്ക്കുമ്പോൾ 1,62,000 എന്ന് വരും. 1,62,000 എന്ന് വരും. 1,62,000. അടുത്ത മൂന്നാമത്തെ വർഷം നമുക്ക് ഏതിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ 1,62,000 നിന്നാണ്. 1,62,000 നിന്ന് 10% കാണണം.
അപ്പോൾ 16,200. അത് നമ്മൾ 1,62,000 നിന്ന് കുറച്ച് 1,45,800 എന്ന് വന്നു. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഗോസ് റെഡ്യൂസ് ഇയർ ആഫ്റ്റർ ഇയർ. അപ്പോൾ എത്ര വർഷം ഉണ്ടോ അപ്പോൾ അത്രയും വർഷവും ഇങ്ങനെ ഈ ബാലൻസ് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. സർട്ടൺ പെർസെൻറ്റേജ് പറഞ്ഞേക്കുന്ന പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാൻ ഇപ്പോൾ 10% നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ക്വസ്റ്റിന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 86 ക്വസ്റ്റ്യൻ. ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് കമ്പ്യൂട്ടഡ് ബൈ യൂസിങ് ദ ഫോർമുല R ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക 1 - n റൈസ് ടു s ഡിവൈഡഡ് ബൈ c ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ഇൻറ്റു 100. അപ്പോൾ ഇതിനകത്ത് R, N, S, C ഒക്കെ എന്താണെന്ന് നോക്കാം. R മീൻസ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. N എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫാണ്. പിന്നെന്താ? റൂട്ട് ഓഫ് S മീൻസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ C എന്താണ്? കോസ്റ്റ് ഓഫ് ആൻ അസെറ്റ് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കിട്ടുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു 1 - n റൂട്ട് ഓഫ് S ഡിവൈഡഡ് ബൈ C ഇൻറ്റു 100. R എന്താണ്? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. N എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ്, അതായത് എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫാണ്. ഇയേഴ്സ് എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫ്. S എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ആണ്. C എന്താണ്? കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 87. ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി ട്രാക്ക് ഈസ് ₹9 lakh and its net salvage value after 18 years of useful life is 50,000. Then the appropriate rate of depreciation. അപ്പോൾ നമുക്കിവിടെ ഒറിജിനൽ കോസ്റ്റ് തന്നിട്ടുണ്ട്, സാൽവേജ് വാല്യൂ ഇയർ തന്നിട്ടുണ്ട് 16 വർഷം, യൂസ്ഫുൾ ലൈഫ് എത്ര? 50,000 തന്നിട്ടുണ്ട്. അപ്പം എക്സ്പെക്റ്റഡ് യൂസ്ഫുൾ ലൈഫ് 50,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാനാണ്. റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാൻ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഇക്വേഷൻ ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് പഠിച്ചത്? അവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ത് ചെയ്ത്? അസറ്റിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ അവിടെ ഇക്വേഷനിൽ പഠിച്ചത്? കോസ്റ്റ് അവിടെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചത് ആനുവൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഡിവൈഡഡ് ബൈ അക്വിസിഷൻ ഓഫ് കോസ്റ്റ് ഇൻറ്റു 100 എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത്. ആനുവൽ ഡിപ്രീസിയേഷൻ ഓഫ് എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ആനുവൽ ഡിപ്രീസിയേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ ആനുവൽ ഡിപ്രീസിയേഷൻ ഓഫ് എമൗണ്ടിൽ നിന്നും അക്വിസിഷൻ കോസ്റ്റ് ഇൻറ്റു 100 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈനിൽ കിട്ടിയത്. ഇവിടെ നമുക്ക് എന്താണ് കാണേണ്ടത്? ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനിൽ ഏത് മെത്തേഡാണ്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അഥവാ ഡിമിനിഷിങ് ഓർ റെഡ്യൂസിങ് മെത്തേഡ്. അവിടെ നമുക്ക് R ഈസ് ഈക്വൽ ടു 1 - n. N എന്താണ്? നമ്പർ ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ്. N റൂട്ട് ഓഫ് S എന്താണ്? സാൽവേജ് വാല്യൂ ഡിവൈഡഡ് ബൈ C കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 1 - 16 വർഷത്തേക്കാണ്. റൂട്ട് ഓഫ് 50,000 എന്താണ്? 50,000 എന്ന് പറയുന്നത് യൂസ്ഫുൾ ലൈഫാണ്. 50,000 ഡിവൈഡഡ് ബൈ ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? 9 lakh ആണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 16.66 എന്നാണ് നമുക്ക് വരുന്നത്. എൻ്റെ റേറ്റ് ഓഫ് പെർസെൻറ്റേജ് എത്രയാണ് വരുന്നത്? 16.66. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യനാണുള്ളത്. താങ്ക് യു.